Hi students, നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്ട്രേഞ്ചർ ടു എ കോൺട്രാക്ട് എന്നുള്ള ഭാഗമാണ്. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്ന ചാപ്റ്റർ എന്ന് പറയുന്നത് കൺസിഡറേഷൻ ആണ്. കൺസിഡറേഷനുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ് നമുക്ക് പറയാനുള്ളത്. ഓക്കെ, സ്ട്രേഞ്ചർ ടു എ കോൺട്രാക്ട്. സ്ട്രേഞ്ചർ മീൻസ് എന്താണ്? ഒരു തേർഡ് പാർട്ടി, മൂന്നാമതൊരാളാണ്. ഓക്കെ, മൂന്നാമതൊരാൾ, തേർഡ് പാർട്ടി ഇൻ എ കോൺട്രാക്ട്. അതായത് പ്രോമിസറും പ്രോമിസിയെയും കൂടാതെ മൂന്നാമതൊരാളെയാണ് നമ്മൾ വിളിക്കുന്നത് സ്ട്രേഞ്ചർ എന്ന് വിളിക്കുന്നത്. ശ്രദ്ധിക്കുക, എ എന്ന് പറയുന്ന വ്യക്തി, ബി എന്ന് പറയുന്ന വ്യക്തി, ഇവർ രണ്ടുപേരും തമ്മിൽ ഒരാൾ ഓഫർ വെച്ചു, മറ്റേ ആൾ എന്ത് ചെയ്തു? അത് അക്സെപ്റ്റ് ചെയ്തു. That means these are the two parties involved in a contract. So offerer and offeree. Okay, promiser and promisee. രണ്ടുപേരും, ഒരു മാറ്റവുമില്ല, ഇവർ രണ്ടുപേരും മാത്രമാണുള്ളത് കരാറിൽ. ഫോർ എക്സാമ്പിൾ, സി എന്ന് പറയുന്ന വ്യക്തി ഇവരുമായി അസോസിയേറ്റ് ചെയ്യുകയാണ് പല കാരണവശാലും. അങ്ങനെയാണെങ്കിൽ ഇയാളെ വിളിക്കുന്ന പേരാണ് തേർഡ് പാർട്ടി അല്ലെങ്കിൽ സ്ട്രേഞ്ചർ. ഓക്കെ, തേർഡ് പാർട്ടി അല്ലെങ്കിൽ സ്ട്രേഞ്ചർ എന്ന് വിളിക്കുന്നത് ഈ സി എന്ന് പറയുന്ന വ്യക്തിയാണ്. ആക്ച്വലി ഇവിടെ രണ്ടുപേരേ ഉള്ളൂ, എ എന്ന് പറയുന്ന വ്യക്തിയും ബി എന്ന് പറയുന്ന വ്യക്തിയും. എ എന്ന് പറയുന്ന വ്യക്തി ഓഫർ വെക്കുന്നു, ബി എന്ന് പറയുന്ന വ്യക്തി എന്ത് ചെയ്യുന്നു? ഓഫറിനെ ആക്സെപ്റ്റ് ചെയ്യുന്നു. ഓക്കെ, എ എന്ന് പറയുന്ന വ്യക്തി ഓഫർ വെച്ച് ബി എന്ന് പറയുന്ന വ്യക്തി അതിനെ ആക്സെപ്റ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ഇവയെ കൂടാതെ ഈ കരാറിലേക്ക് അല്ലെങ്കിൽ ഈ കോൺട്രാക്റ്റിലേക്ക്, എഗ്രിമെന്റിലേക്ക് കടന്നു വരുന്ന ഒരാളാണ് ആര്? തേർഡ് പാർട്ടി അല്ലെങ്കിൽ സ്ട്രേഞ്ചർ ടു എ കോൺട്രാക്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അപരിചിതനായ ഒരാൾ നമ്മളെ ഇതിലേക്ക് കടന്നു വരികയാണ്. ഇനി നമുക്ക് പരിശോധിക്കാം. നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന ചാപ്റ്റർ കൺസിഡറേഷൻ ആണ്. We have discussed about the consideration. Okay, consideration എന്ന് വെച്ചാൽ എന്താണ്? ആരാണ് കൊടുക്കേണ്ടത്? ആരാണ്? പ്രോമിസി ആണല്ലേ. ഇവിടെ ആരാണ് പ്രോമിസി? ബി ആണ്. പ്രോമിസർ ആരാണ്? എ ആണ്. എ എന്ന് പറയുന്ന പ്രോമിസർക്ക് ബി എന്ന് പറയുന്ന പ്രോമിസി കൊടുക്കേണ്ടതായ എമൗണ്ടാണ് കൺസിഡറേഷൻ. സംതിങ് ഇൻ റിട്ടേൺ ഇൻ വാല്യൂ ടു ദ പ്രോമിസർ and the desire of the promiser by the promisee. പ്രോമിസർക്ക് കൊടുക്കേണ്ടതായ എന്തെങ്കിലും വാല്യൂ ഉള്ള പകരമായി എന്തെങ്കിലും ചെയ്തു കൊടുക്കേണ്ട ഒരു കാര്യമാണ് കൺസിഡറേഷൻ എന്ന് പറയുന്നത്. As per the consideration may move from the promisee. കൺസിഡറേഷൻ ഒന്നുകിൽ എന്ത് ചെയ്യാം? പ്രോമിസിയിൽ നിന്ന് പോവാം, പ്രോമിസിയിൽ നിന്ന് പ്രോമിസറിലേക്ക് പോകാം, അല്ലെങ്കിൽ or any other person, that means stranger, അപരിചിതനായ മൂന്നാമതൊരാളിൽ നിന്ന് എന്ത് ചെയ്യാം? ഈ പറയപ്പെടുന്ന എന്ത് പോകാൻ സാധിക്കും? ഈ പറയപ്പെടുന്ന കൺസിഡറേഷൻ സ്ട്രേഞ്ചർ ആയിട്ടുള്ള തേർഡ് പാർട്ടിയിൽ നിന്നും പോവാം. ഓക്കെ, കൺസിഡറേഷൻ may move from the promisee or any other person. ഓക്കെ, നോക്കാം. A person who is not a party to a contract, ഒരു വ്യക്തി അയാൾ നമ്മുടെ കോൺട്രാക്റ്റുമായി ബന്ധപ്പെട്ട ഒരാളല്ല. cannot claim, അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ക്ലെയിം ചെയ്യാൻ സാധിക്കില്ല, അവകാശപ്പെടാൻ സാധിക്കില്ല, നേടിയെടുക്കാൻ സാധിക്കില്ല. റൈറ്റ്സ്, അവകാശങ്ങൾ, അയാൾക്ക് അവകാശങ്ങൾ മേടിച്ചെടുക്കാനുള്ള റൈറ്റ്സ് ഇല്ല, അതിനുള്ള എന്തില്ല? ക്ലെയിം ചെയ്യാനുള്ള അവസരമില്ല. ഈവൻ ദോ, പോലും, എപ്പോ എങ്ങനെയാണെങ്കിൽ പോലും, the contract is for his benefit, ഈ സ്ട്രേഞ്ചർ ആയിട്ടുള്ള വ്യക്തിയുടെ ബെനിഫിറ്റിന് വേണ്ടിയിട്ടാണ് ഒരു കരാറിൽ മറ്റു രണ്ട് വ്യക്തികൾ ഏർപ്പെടുന്നെങ്കിൽ പോലും ആ കരാറിൽ ഏർപ്പെടാൻ ആർക്ക് സാധിക്കില്ല? സ്ട്രേഞ്ചർ ആയിട്ടുള്ള മൂന്നാമതൊരാൾക്ക് സാധിക്കുകയില്ല. ശ്രദ്ധിക്കുക, എ പേഴ്സൺ, ഒരു വ്യക്തി, ഹു ഈസ് നോട്ട് എ പാർട്ടി, അയാൾ ഈ കരാറിൽപ്പെട്ട ആളല്ല, പാർട്ടി ടു എ കോൺട്രാക്ട്, നമ്മുടെ കരാറുമായി ബന്ധപ്പെട്ട ആളല്ല, അയാൾ ഔട്ട്സൈഡർ ആണ്. cannot claim rights, അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? അയാളുടെ അവകാശങ്ങളെ മേടിച്ചെടുക്കാനുള്ള അവസരമില്ല, ക്ലെയിം ചെയ്യാനുള്ള അവസരമില്ല. ഈവൻ ദോ, പോലും, the contract is for his benefit, ആ സ്ട്രേഞ്ചർ ആയിട്ടുള്ള വ്യക്തിയുടെ അയാൾക്ക് കിട്ടേണ്ട ബെനിഫിറ്റിന് വേണ്ടിയിട്ടാണ് ഈ കരാറിൽ മറ്റു രണ്ടുപേർ ഏർപ്പെടുന്നതെങ്കിൽ പോലും അയാൾക്ക് ഈ കരാറുമായി ക്ലെയിം ചെയ്യാൻ സാധിക്കില്ല. ആൻഡ് such a person, അങ്ങനെയാണെങ്കിൽ അത്തരത്തിലുള്ള വ്യക്തികളെ വിളിക്കുന്ന പേരാണ് സ്ട്രേഞ്ചർ ടു എ കോൺട്രാക്ട്. ശ്രദ്ധിക്കുക, ഒരു വ്യക്തി അയാൾ കരാറിൽ അംഗമല്ല. ശ്രദ്ധിക്കുക, കരാറിൽ അംഗമാണോ? അല്ല. പക്ഷേ ഫോർ എക്സാമ്പിൾ, ഈ വ്യക്തിയുടെ സ്ട്രേഞ്ചർ ആയിട്ടുള്ള ഈ തേർഡ് പാർട്ടിയുടെ ബെനിഫിറ്റിന് വേണ്ടി, അയാൾക്ക് ഒരു ഗുണത്തിന് വേണ്ടിയിട്ടാണ് ഈ രണ്ട് ആൾക്കാർ
കരാറിൽ ഏർപ്പെടുന്നെങ്കിൽ പോലും ഈ സ്ട്രേഞ്ചറെ ഇതിൽ ഉൾപ്പെടുത്തില്ല, ഈ കരാറിൽ ഉൾപ്പെടുത്താൻ സാധിക്കില്ല. ഈ കരാറുമായി ബന്ധപ്പെട്ട ഒരു അവകാശവും ആർക്കും കിട്ടില്ല, സ്ട്രേഞ്ചർക്ക് കിട്ടില്ല. അങ്ങനെയാണെങ്കിൽ അയാൾ വിളിക്കുന്ന പേരാണ് സ്ട്രേഞ്ചർ ടു എ കോൺട്രാക്ട്. മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഒരു വ്യക്തി അയാൾ കോൺട്രാക്റ്റിൽ അംഗമല്ല, അയാൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കില്ല, ഏതെങ്കിലും റൈറ്റ് ക്ലെയിം ചെയ്യാൻ സാധിക്കില്ല. എന്താണെങ്കിൽ പോലും അയാളുടെ ആ കരാർ, രണ്ട് വ്യക്തികൾ തമ്മിൽ നേരത്തെ ഏർപ്പെടുന്ന ആ കരാറ് അയാളുടെ ബെനിഫിറ്റിനാണെങ്കിൽ പോലും അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കരാറിൽ നിന്നും ക്ലെയിം ചെയ്യാൻ സാധിക്കില്ല. അത്തരത്തിലുള്ള വ്യക്തിയെ വിളിക്കുന്ന പേരാണ് സ്ട്രേഞ്ചർ ടു എ കോൺട്രാക്ട് എന്ന് പറയപ്പെടുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? പിന്നെ പറയുന്നു കൺസിഡറേഷൻ ഈസ് മെയ്ഡ് ബൈ എ സ്ട്രേഞ്ചർ ഈസ് ലോഫുൾ കൺസിഡറേഷൻ. ഈ തേർഡ് പാർട്ടി ആയിട്ടുള്ള സ്ട്രേഞ്ചർ ആയിട്ടുള്ള ഒരാളിൽ നിന്നും പ്രോമിസർക്ക് കൺസിഡറേഷൻ വന്നാൽ അത് ലോഫുൾ കൺസിഡറേഷൻ ആണ്. ദാറ്റ് ഈസ് എൻഫോഴ്സിബിൾ ബൈ ലോ. നിയമത്താൽ നടപ്പിലാക്കാൻ സാധിക്കുന്നതാണ് എന്നാണ് പറയുന്നത്. ആസ് പെർ ദി ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട്, കൺസിഡറേഷൻ മേ മൂവ് ഫ്രം ദി സ്ട്രേഞ്ചർ to the promisor, that is lawful consideration and enforceable. ഓക്കെ, ഇങ്ങനെയൊക്കെ ആണെങ്കിലും ചില സാഹചര്യങ്ങളിൽ മാത്രമേ അത് പോസിബിൾ ആവുകയുള്ളൂ. ഓക്കെ, എല്ലാ സമയത്തും തേർഡ് പാർട്ടി സ്ട്രേഞ്ചറിൽ നിന്നും കൺസിഡറേഷൻ വന്നാൽ അതാരും പരിഗണിക്കില്ല, പ്രോമിസർ പരിഗണിക്കില്ല. There are some exceptions. ചില ഒഴിവാക്കപ്പെട്ട ചില കേസുകളിൽ മാത്രമേ, ചില പ്രത്യേക കേസുകളിൽ മാത്രമേ എന്ത് ചെയ്യാൻ സാധിക്കുള്ളൂ, സ്ട്രേഞ്ചർക്ക് കോൺട്രാക്റ്റിൽ കൺസിഡറേഷൻ കൊടുക്കുവാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, എക്സെപ്ഷൻസ്. എക്സെപ്ഷൻ എന്ന് വെച്ചാൽ എന്താണ്? ഒഴിവാക്കപ്പെട്ടത്, മാറ്റി നിർത്തപ്പെട്ടത്, ചില പ്രത്യേകമായ സാഹചര്യങ്ങൾ എന്നുള്ള അർത്ഥമാണ്. സ്പെസിഫിക് സർക്കംസ്റ്റാൻസസ്, ഒഴിവാക്കപ്പെട്ടത്, മാറ്റപ്പെട്ടത്. To the rule that a stranger to a contract cannot sue. അതായത് ഒരു അപരിചിതനായ, ഒരു കരാറിൽ അപരിചിതനായ ഒരു വ്യക്തിക്ക് ആ കരാറുമായി ബന്ധപ്പെട്ട യാതൊരു അവകാശങ്ങളും ലഭിക്കുവാനുള്ള റൈറ്റ് ഇല്ല എന്നുള്ള, അല്ലെങ്കിൽ അതിനുള്ള അവസരമില്ല എന്നുള്ള റൂളിന് എതിരായിട്ടുള്ളതാണ് ഇവിടെ പറയുന്നത്. അതായത് ഈ താഴെ പറയുന്ന കേസുകളിലെല്ലാം സ്ട്രേഞ്ചർക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, ക്ലെയിം ചെയ്യാൻ സാധിക്കും, അവകാശപ്പെടാൻ സാധിക്കും. അയാളുടെ അവകാശങ്ങളെ, കരാറുമായി ബന്ധപ്പെട്ട അയാളുടെ അവകാശങ്ങളെ നേടിയെടുക്കുവാൻ സാധിക്കും. ഓക്കെ, അതാണ് അത് ഏതൊക്കെയാണ് നോക്കുന്നത്. ഒഴിവാക്കപ്പെട്ട, ശ്രദ്ധിക്കുക, നമ്മൾ പറഞ്ഞു എന്താണ്, ഒരു കരാർ ഉൾപ്പെട്ടിട്ടില്ലാത്ത വ്യക്തിക്ക് യാതൊരുവിധ റൈറ്റ്സും ആ കരാർ ഉണ്ടായിരിക്കില്ല. ഇത് ആ കരാർ അയാളുടെ ബെനിഫിറ്റിനാണെങ്കിൽ പോലും, അയാളുടെ ഗുണത്തിനാണെങ്കിൽ പോലും അയാൾക്ക് ആ കരാറുമായി ബന്ധപ്പെട്ട യാതൊരു അവകാശങ്ങളും നേടിയെടുക്കുവാൻ സാധിക്കില്ല എന്ന് നമ്മൾ പറഞ്ഞു, അല്ലേ? അത്തരത്തിലുള്ളതാണ് സ്ട്രേഞ്ചർ ടു എ കോൺട്രാക്ട് എന്ന് വിളിക്കുന്നത്. പക്ഷേ ചില പ്രത്യേക സാഹചര്യങ്ങൾ എന്ത് ചെയ്യും, സ്ട്രേഞ്ചർക്ക്, അപരിചിതനായ വ്യക്തിക്ക്, തേർഡ് പാർട്ടിക്ക് എന്ത് ചെയ്യാം, ഒരു കരാറിന്മേൽ ചില അവകാശങ്ങൾ ഉണ്ടാവും. അത് ഏതെല്ലാം കേസുകളാണ് എന്നാണ് നമ്മൾ ഇവിടെ നോക്കുന്നത്. ഒന്നാമത്തെ ട്രസ്റ്റ് ആണ്. ഓക്കെ, ട്രസ്റ്റ്, ഒരു ട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, കോൺട്രാക്ട് ഈസ് ബേസ്ഡ് ഓൺ ട്രസ്റ്റ്. അതിൽ പറയുന്നത് എങ്ങനെയാ വെച്ചാൽ, in a contract creating trust, the beneficiary who is a stranger to a contract can enforce trust. ഒരു ട്രസ്റ്റിന്റെ ബേസിലുള്ള കോൺട്രാക്ട് ആണെങ്കിൽ അതിന്റെ ബെനിഫിഷ്യറി, അതിൽ നിന്ന് ഗുണം കിട്ടുന്നത് ഒരു സ്ട്രേഞ്ചർക്കാണെങ്കിൽ പോലും അയാൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, ആ കരാറുമായി മുന്നോട്ട് പോകുവാൻ സാധിക്കും. ഓക്കെ, സെക്കൻഡ് വൺ, where the provision is made in marriage settlement. മാരേജ് സെറ്റിൽമെന്റ്, കല്യാണവുമായി ബന്ധപ്പെട്ട സെറ്റിൽമെന്റിലുള്ള എന്തെങ്കിലും പ്രൊവിഷനുമായി ബന്ധപ്പെട്ട്. ഓക്കെ, ഫോർ എക്സാമ്പിൾ നമുക്കറിയാം, കല്യാണ സമയത്ത്, വിവാഹ സമയത്ത് സ്ത്രീധനമായിട്ട് പല പണം കൊടുക്കുന്ന, പണമായിട്ടൊക്കെ കൊടുക്കുന്നവരുണ്ടാവും, കൊടുക്കാമെന്ന് വാക്കിൽ ഏർപ്പെടുന്ന ആൾക്കാരുണ്ടാവും. ഫോർ എക്സാമ്പിൾ, ഒരു വരനും വധുവിന്റെ അച്ഛനും തമ്മിലാണ് കരാർ ഏർപ്പെടുന്നത്. കരാർ ഏർപ്പെട്ട് വിവാഹം കഴിഞ്ഞതിന് ശേഷം, ഫോർ എക്സാമ്പിൾ, വരന് വധുവിന്റെ അച്ഛൻ ആ പറഞ്ഞ പൈസ കൊടുത്തിട്ടില്ല, അല്ലെങ്കിൽ ആ പറഞ്ഞ സംഖ്യ കൊടുത്തിട്ടില്ല എങ്കിൽ വധുവിന് എന്ത് ചെയ്യാൻ സാധിക്കും, ആ കരാറ് എൻഫോഴ്സ് ചെയ്യാൻ സാധിക്കും, ആ പൈസ നേടിയെടുക്കാൻ സാധിക്കും. വധു ഇവിടെ എന്താണ്, സ്ട്രേഞ്ചർ ആണ്. ഓക്കെ, വധു ഇവിടെ സ്ട്രേഞ്ചർ ആണ്, അല്ലേ? വരനും വധുവിന്റെ അച്ഛനും തമ്മിലാണ് കരാറുള്ളത്. പക്ഷെ വധു ഇവിടെ എന്താണ്, സ്ട്രേഞ്ചർ ആണ്. എന്നാൽ പോലും എന്ത് ചെയ്യാം, അവരുടെ ബെനിഫിറ്റിനായതുകൊണ്ട് എന്ത് ചെയ്യാൻ സാധിക്കും, അവർക്ക് ആ കരാറ് എൻഫോഴ്സ് ചെയ്യാൻ സാധിക്കും.
Third one, where provision is made in partition or family arrangement or maintenance or marriage expenses of female member. ഒരു ഫീമെയിൽ മെമ്പർക്ക് എന്താ പാർട്ടീഷൻ സമയത്ത് അല്ലെങ്കിൽ ഫാമിലി അറേഞ്ച്മെന്റിന്റെ ഭാഗമായിട്ട് അതുപോലെ മെയിൻ്റനൻസ് ഇല്ലേ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള പൈസക്ക് വേണ്ടിയിട്ട് അതുപോലെ മാരേജ് എക്സ്പെൻസിനൊക്കെ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ എമൗണ്ട് കൊടുക്കുകയാണെങ്കിൽ അവിടെയും എന്ത് ചെയ്യാം, ആ സ്ത്രീക്ക് ഫീമെയിൽ മെമ്പർക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, ഏർപ്പെടാൻ സാധിക്കും. ഫോർ എക്സാമ്പിൾ, മക്കള് അമ്മയ്ക്ക് നിശ്ചിത സംഖ്യ എന്ത് ചെയ്യുക, കൊടുക്കാന്ന് പറയാം. അപ്പോൾ മക്കൾ തമ്മിലാണ് കരാറ്. അമ്മക്ക് എന്ത് ചെയ്യാം, അമ്മയ്ക്ക് വേണ്ടിയിട്ട് കുറച്ച് പൈസ എന്ത് ചെയ്യാം, മാസം കൊടുക്കാൻ, മെയിൻ്റനൻസ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കൊടുക്കാമെന്ന് പറയുകയാണെങ്കിൽ അപ്പം മക്കൾ തമ്മിലുള്ള കരാറാണ്. അതിൽ ബെനിഫിഷ്യറി ആരാണ്, അമ്മയാണ്. അമ്മക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, ആ കരാറ് എൻഫോഴ്സ് ചെയ്യാൻ, നടപ്പിലാക്കാൻ സാധിക്കും. അമ്മ ഒരു ബെനിഫിഷ്യറിയാണ് സത്യത്തിലാണല്ലോ. അമ്മയ്ക്ക് മക്കൾ എന്ത് ചെയ്യുന്നു, നമ്മൾ കരാറുണ്ടാക്കിയതാണത്, അമ്മയ്ക്ക് പണം കൊടുക്കാമെന്ന് പറഞ്ഞിട്ട്. മക്കൾ തമ്മിലുണ്ടാക്കിയ കരാറാണെങ്കിൽ പോലും അതിൽ നിന്ന് ബെനിഫിറ്റ് കിട്ടുന്ന ആർക്കാണ്, അമ്മയ്ക്കാണ്. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം, ആ അമ്മക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, മക്കൾ തമ്മിലുള്ള കരാറിനെ എൻഫോഴ്സ് ചെയ്യാൻ സാധിക്കും. അതാണ് തേർഡ് വൺ. ഫോർത്ത് വൺ, അക്നോളജ്മെന്റ് ഓർ എസ്റ്റോപ്പൽ. ഓക്കെ, ഒരാൾ പ്രവൃത്തിയിലൂടെയോ അയാളുടെ വാക്കിലൂടെയോ എന്ത് ചെയ്യുക, മറ്റൊരാളുടെ ഏജന്റ് ആയിട്ട് പ്രവർത്തിക്കുകയാണെങ്കിൽ, ഓക്കെ, മറ്റൊരാളുടെ ഏജന്റ് ആയിട്ട് പ്രവർത്തിക്കുകയാണെങ്കിൽ അയാൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, ആ കരാറിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. ഒന്നുകൂടി ക്ലിയർ ആയിട്ട് പറയുകയാണെങ്കിൽ, where a promiser by his conduct acknowledges or otherwise constitutes himself as an agent of a third party. അതായത് ഇവിടെ എന്ത് ചെയ്യുന്നു, പ്രോമിസർ, ശ്രദ്ധിക്കുക, പ്രോമിസർ എന്ന് പറയുന്ന വ്യക്തി അയാളുടെ പ്രവൃത്തിയിലൂടെ അയാൾ പറയുന്നത് ഞാൻ മറ്റൊരാളുടെ ഏജന്റ് ആണ് എന്ന് കാണിക്കുകയാണെങ്കിൽ, യഥാർത്ഥത്തിൽ ഞാനല്ല പ്രോമിസർ, എന്ത് ചെയ്തു, ഞാൻ മറ്റൊരാൾക്ക് വേണ്ടിയിട്ടാണ് ജോലി ചെയ്യുന്നതെന്ന് പ്രോമിസർ കാണിക്കുകയാണെങ്കിൽ, a binding obligation is thereby incurred towards him and established from the name is liability to a third party എന്നാണ് പറയുന്നത്. അതുപോലെ ഫിഫ്ത്ത് വൺ, കോൺട്രാക്ട് entered into through an agent, ഏജന്റിലൂടെ the principal can enforce the contract entered to by his agent provided the agent acts within the scope of authority. ശ്രദ്ധിക്കേണ്ട കാര്യം, ഏജന്റ് എന്ന് വെച്ചാൽ മനസ്സിലാക്കാൻ ഞാൻ പറഞ്ഞുതരാം. പ്രിൻസിപ്പൽ ഇത് മുതലാളിയാണെന്ന് വിചാരിക്കാം. പ്രിൻസിപ്പൽ അയാൾക്ക് സുഖമില്ലാന്ന് വിചാരിക്കുക, അയാൾക്ക് എന്ത് ചെയ്യുക, നേരിട്ട് പോയി പല കാര്യങ്ങളും കോൺട്രാക്റ്റിൽ ഏർപ്പെടാൻ സാധിക്കില്ല. അപ്പൊ അയാൾ എന്ത് ചെയ്യുന്നു, ഒരാളെ വെച്ചു, അയാളുടെ പേരാണ് ഏജന്റ്. ഓക്കെ, ഏജന്റ് വെച്ചു, പ്രിൻസിപ്പൾ ഏജന്റിനെ വെച്ചു. ഏജന്റ് ആണ് എന്ത് ചെയ്യേണ്ടത്, കാര്യങ്ങൾ ചെയ്യേണ്ടത്. ഏജന്റ് ആണ് തോന്നിയ പോലെ ചെയ്യാൻ പറ്റില്ല, വിത്തിൻ ദി സ്കോപ്പ് ഓഫ് പ്രിസ്ക്രൈബ്ഡ് ബൈ ദി പ്രിൻസിപ്പൽ. പ്രിൻസിപ്പൽ എന്താണോ പറയുന്നത് അതിനനുസരിച്ച് ഏജന്റ് എന്ത് ചെയ്യാൻ പാടുള്ളൂ, പ്രവർത്തിക്കാൻ പാടുള്ളൂ. ഓക്കെ, പിന്നെ ആൻഡ് അസൈനി ക്യാൻ ഓൾസോ സ്യൂ ഓൺ ദി ബേസ് ഓഫ് അസൈൻമെന്റ്. അസൈനി ഏൽപ്പിക്കപ്പെട്ടവൻ, എന്തെങ്കിലും കാര്യത്തെ ഏൽപ്പിക്കപ്പെട്ടവനാണ്, അസൈൻമെന്റ് കൊടുത്തവനാണ് അസൈനി. അസൈനിക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, ഒരു കോൺട്രാക്റ്റിന് മുകളിൽ എന്ത് ചെയ്യാം, സ്യൂ ചെയ്യാൻ, അവകാശം നേടിയെടുക്കാൻ, കാര്യങ്ങൾ നേടിയെടുക്കുവാൻ അയാൾക്ക് സാധിക്കും. ഇത്രയും കാര്യങ്ങളാണ് സ്ട്രേഞ്ചർ വേ കോൺട്രാക്ട് എന്നുള്ള ഭാഗത്ത് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഈ കാര്യങ്ങൾ നിങ്ങൾ ഓർത്തു വെക്കുമെന്ന് വിചാരിക്കുന്നു. സ്ട്രേഞ്ചർ വേ കോൺട്രാക്ട് ചില ഒഴിവാക്കപ്പെട്ട എക്സെപ്ഷൻസ് ഉണ്ട്, ചിലപ്പോൾ ഇതാണ് ചോദിക്കുക. ടെസ്റ്റ് provision is made for marriage settlement, where provision is made partition of family arrangement or maintenance of marriage expenses of female member, പിന്നെ acknowledgement of estoppel, contract entered into through an agent and assignee can also see on the basis of assignment. ഇത്രയും കാര്യങ്ങൾ ഓർത്തു വെക്കുക.